ചേച്ചി സന്ധ്യയായപ്പോൾ ദീപമൊക്കെ വെച്ച്, അമ്മ ആണെങ്കിൽ കുഞ്ഞിന് ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞിടുകയാണ്. പിന്നെ ഏട്ടൻ കോഴിപ്പാട്സാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി വൈകുന്നേരം കൊതുവിനാട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കോഴിപ്പാട്സാണ്. ഏട്ടൻ വൈകുന്നേരം ആയാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. ഇതാണ് ഏട്ടൻ കോഴിപ്പാട്സൊക്കെ കൊടുന്ന്. ഏട്ടന് തലമുടി കറുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കോഴിപ്പാട്സ് എന്തോ ചോദിക്കുന്നുണ്ട്. കിണറിൽ ഇത്തിരി വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എടുക്കണ വീടിൻ്റെ അവിടെ കിണറുണ്ടായിരുന്നു. ഇത്തിരി വെള്ളം പിടിച്ച് വെച്ചതാണത്. വെള്ളം ഉണ്ട് ആവശ്യത്തിന്, പക്ഷെ കുറച്ചുകൂടി പിടിച്ച് വെച്ചേ. ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും മുറിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കോഴിപ്പാട്സ് ആകുമ്പോൾ ഒരുപാട് പണിയല്ലേ. ഇത് ഞങ്ങളെ വലിയച്ഛൻ്റെ ഏട്ടനുള്ളൊരു വിഭവം വീട്ടിലേക്ക് എപ്പോഴും വരും. ഏട്ടനാണെങ്കിൽ കാത്തിരിക്കുക ഫുഡ് കഴിക്കാൻ. എന്തോ ചേച്ചി മുട്ട സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊരിഞ്ഞിട്ട് കുറച്ചിട്ട് മുളകൊക്കെ ഇട്ടിട്ട് ടപ്സപ്പിനാണെന്നൊക്കെ പറഞ്ഞത് ഉണ്ടാക്കി കൊടുക്കും. ചേച്ചി ഏട്ടന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ കോഴിപ്പാട്സ് വന്ന് ചപ്പാത്തിയായി. ഏട്ടനാണ് ആദ്യം കൊടുക്കുക. ഇതാണ് ഇന്ന് സന്ധ്യക്കുള്ള കേട്ടോ ആഹാരം. വൈകുന്നേരത്തെ ഞങ്ങളെ ഫുഡാണിത്. ഏട്ടന് കോഴിപ്പാട്സും ചപ്പാത്തിയും കൊടുത്ത്, മത്തിക്കറി ഉണ്ട് കേട്ടോ. ഏട്ടൻ കോഴിപ്പാട്സും ചേച്ചി അതൊക്കെ തൊട്ടിട്ട് പോണ്. എന്തായാലും കഴിച്ചു നോക്കട്ടെ ഏട്ടൻ. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ട്, കഴിക്കണം. ചേച്ചി ബാക്കി ചപ്പാത്തി കൊടുത്ത് രാവിലെ ലോങ് പിടി എടുക്കണം വിചാരിച്ചായിരുന്നു. ആൾക്കൊരു നമ്പർ തന്നെ ഉള്ളൂ. ഇരിക്കുകയാണ്. ഞാൻ എടുത്തോണ്ട് പോയിട്ട് കഴിക്കും ചിലപ്പോൾ. ചേച്ചി ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് തുടങ്ങി. ഇനി ഞങ്ങളും കഴിക്കട്ടെ. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ഏട്ടൻ ഡൈനിങ് ഹാൾക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ്. ഇപ്പോൾ ഞങ്ങളും കഴിക്കാൻ വേണ്ടി എടുക്കുക. ഞങ്ങൾ കിച്ചണിൽ ഫുഡ് കഴിക്കുന്നത് കാണാൻ ഞങ്ങളെ കുഞ്ഞു പൂച്ച നോക്കിയിരിക്കണം. ഞങ്ങളെന്തെങ്കിലും ബാക്കി കൊടുക്കുന്നു. കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചോ?